ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടും അതേപോലെ നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു പഴം അടൻ്റെ റെസിപ്പി നോക്കട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പം നമുക്കിനി ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോ കാണാം. ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായി പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ആകുന്ന സമയത്താണ് നമ്മുടെ സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഏലക്കയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ വേണം പേസ്റ്റാക്കി എടുക്കാൻ. അങ്ങനെ ഞാനത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കരപ്പാനൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 2 അച്ച് ശർക്കരയാണ് എടുത്തത്. പക്ഷേ ഞാനൊരു ശർക്കര എടുത്തിട്ടുള്ളൂ കേട്ടോ. നല്ല മധുരമുള്ള ശർക്കര ആയതുകൊണ്ട് ഞാൻ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അങ്ങനെ ഞാനിതാ നമ്മുടെ പഴം അരച്ച് തന്നിട്ടൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ അരിപ്പൊടിക്ക് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് അരിപ്പൊടി ചേർക്കേണ്ടത്. നമുക്ക് ചപ്പാത്തി മാവ് പോലെയൊക്കെ നന്നായിട്ട് സോഫ്റ്റാക്കി കുഴച്ചെടുക്കാൻ പാകത്തിന് വേണം അരിപ്പൊടി ചേർക്കാനായിട്ട്. ആദ്യം ഞാനിതാ സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. അങ്ങനെ ഞാനിത് നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് വെച്ച് കുഴച്ച് നന്നായിട്ടൊന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ശർക്കര നന്നായിട്ട് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് മുതൽ 1/4 കപ്പിനടുത്ത് വരെ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കണം. അതായത് തേങ്ങ നന്നായിട്ട് ശർക്കരപ്പാനിയായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മുടെ ശർക്കര ചേർത്തിട്ടുള്ള തേങ്ങ ഞാൻ നന്നായിട്ടൊന്ന് വിളയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം കേട്ടോ. ഞാനിവിടെ വാഴയില നന്നായിട്ടൊന്ന് ചതുരാക്കിയിട്ട് സ്ക്വയറാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ടൊന്ന് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു ചെറിയൊരു ബോൾ മാവ് എടുത്ത് നന്നായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വേണം നമ്മൾ ഈ തേങ്ങേൻ്റെ ശർക്കരയും തേങ്ങയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്റ്റീം ചെയ്തെടുക്കേ വേണ്ടുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ഈ പഴത്തിൻ്റെ മാവിൻ്റെ സെൻറ്ററിലായിട്ട് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലോസ് ആക്കിയിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ആവുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് അടൻ്റെ ഷേപ്പ് ഒന്ന് കിട്ടുക. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള പഴം വെച്ചിട്ട് എനിക്ക് കറക്റ്റ് 4 അടയാണ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് മെഷർമെൻറ്റ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ ഒരുപാട് അട നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഈ സമയം തന്നെ ഇഡ്ഡലി പാത്രത്തിൽ, അതായത് നമ്മുടെ സ്റ്റീമറിൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ഇലയുടെ ആയിട്ട് വെച്ചിട്ട് ഒരു 10 to 15 കൂടിപ്പോയാൽ ഒരു 20 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിൻ്റെ ഇടയ്ക്ക് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊരു 5-6 മിനിറ്റും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പഴത്തിൻ്റെ ഇലയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ. സൂപ്പർ റെസിപ്പിയാണ്. നമ്മളെ വീടുകളിൽ എപ്പോഴെങ്കിലും പഴം ഇല്ലാതിരിക്കില്ല. അതേപോലെ തന്നെ പഴം നന്നായി കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കഴിക്കാനും മടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ തേങ്ങയും ശർക്കരയും കൂടി ചേർക്കുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയവും വേണ്ട. നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ടാക്കി നോക്കുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇതേപോലെ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ.